ബാലഃ പ്രസൂതമാത്രോയം ബാലഃ പ്രസൂതമാത്രോയം ബാലഃ പ്രസൂതമാത്രോയം ബാലഃ പ്രസൂതമാത്രോയം അംബികാംഗേ നിവേശിതഃ അംബികാംഗേ നിവേശിതഃ അംബികാംഗേ നിവേശിതഃ ബാലഃ പ്രസൂതമാത്രോയം അംബികാംഗേ നിവേശിതഃ അതിരക്തോ ഗജമുഖോ അതിരക്തോ ഗജമുഖോ അതിരക്തോ ഗജമുഖോ ദ്വിരദോ രത്നഭൂഷണ ദ്വിരദോ രത്നഭൂഷണ ദ്വിരദോ രത്നഭൂഷണ ബാലഃ പ്രസൂതമാത്രോയം അംബികാംഗേ നിവേശിതഃ അതിരക്തോ ഗജമുഖോ ദ്വിരദോ രത്നഭൂഷണ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ 4 വരിയായി. ഇനിയിപ്പം ഇപ്പൊ അതില് 2 വരി കഴിഞ്ഞ് ഇനി 4 വരിയായി. ഇനിയിപ്പോ അടുത്ത ശ്ലോകമാണ് ശരിക്കും. ചഷകം പുഷ്കരേ ബിഭ്രത് ചഷകം പുഷ്കരേ ബിഭ്രത് ചഷകം പുഷ്കരേ ബിഭ്രൽ ചഷകം പുഷ്കരേ ബിഭ്രത് സൃണീ പാശൗ കരദ്വയേ സൃണിപാശൗ കരദ്വയേ സൃണിപാശൗ കരദ്വയേ ചഷകം പുഷ്കരേ ബിഭ്രത് സൃണിപാശൗ കരദ്വയേ. അടുത്തത് ദ്വാഭ്യാം കൽപ്പലതാം ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം 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 ഡോളയൻ 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 രത്നവരിഷിണീം രത്നവരിഷിണീം ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ഡോളയൻ രത്നവരിഷിണീം ചഷകം പുഷ്കരേ ബിഭ്രത് സൃണിപാശൗ കരദ്വയേ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ഡോളയൻ രത്നവരിഷിണീം.
ആദ്യം മുതൽക്ക് ഒന്നുകൂടി നോക്കാം. പാല പ്രസൂതമാത്രോയം അംബികാംഗേ നിവേശിത അതിരക്തോ ഗജമുഖോ ദ്വിരദോ രത്നഭൂഷണ ചഷകം പുഷ്കരേ ബിഭ്രത് ശൃണി പാശൗ കരദ്വയേ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ഡോളയൻ രത്നവരിഷിണീം. ഇവിടെ അർത്ഥം നോക്കാം. പ്രസൂതമാത്ര അയം ബാല. പ്രസൂതമാത്ര അയം ബാല, അതായത് പ്രസവിച്ച ഉടനെയുള്ള ചെറിയ കുട്ടി എന്നതുപോലെ അയം ബാല, ഈ കുട്ടി പ്രസൂതമാത്ര, പ്രസവിച്ച ഉടനെയുള്ളതാണ്. അംബികാംഗേ നിവേശിത, അംബികയുടെ അംഗത്തിൽ നിവേശിതനാണ്. അംബിക എന്ന് പറഞ്ഞാൽ പാർവതി, പാർവതിയുടെ മടിയില് നിവേശിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ കിടത്തിയിട്ടുണ്ട്, കിടന്നുകൊണ്ടാണ്. അംബികാംഗേ നിവേശിത. പിന്നെ അതിരക്തോ, അതിരക്ത വളരെ ചുവന്ന നിറത്തോടു കൂടിയ ആളാണ്. ഉണ്ടായ ഉടനെ ഉള്ള നിറം എന്ന് പറയുമ്പോൾ അങ്ങനെ ചുവന്ന നിറത്തോടു കൂടിയ ആള്. അതിരക്തോ ഗജമുഖോ, ഗജമുഖനാണ്. ഗജമുഖോ ദ്വിരദോ, ദ്വിരദ രണ്ട് കൊമ്പുണ്ട്, ദ്വിരദ രത്നഭൂഷണ, രത്നങ്ങളെ കൊണ്ട് ഭൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. ഇനി ചഷകം പുഷ്കരേ ബിഭ്രത്, പുഷ്കരേ ചഷകം ബിഭ്രത്. പുഷ്കരം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ, ആ തുമ്പിക്കൈയില് ചഷകത്തെ ബിഭ്രത്. ചഷകം എന്ന് പറഞ്ഞാല് പാത്രമാണ്. ചഷകം എന്നുള്ള വാക്കിന് ഗ്ലാസ് എന്നൊക്കെ ഉള്ള അർത്ഥമായിട്ട് പറയും. ഏതായാലും ഒരു പാത്രം എന്നുള്ള കണക്കാക്കാം. പാത്രത്തെ തുമ്പിക്കൈയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ശൃണിപാശൗ കരദ്വയേ, രണ്ട് കൈകളില് ആയിട്ട് ശൃണിപാശൗ. ശൃണി എന്ന് പറഞ്ഞാൽ തോട്ടി, പാശം എന്ന് പറഞ്ഞാൽ കയറ്. അപ്പം പാശവും അങ്കുശവും എന്നർത്ഥം. തോട്ടിയും കയറും രണ്ട് കൈകളിലായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ദ്വാഭ്യാം ദോർഭ്യാം, പിന്നെ രണ്ട് കൈകളെ കൊണ്ട് രത്നവരിഷിണിയും കൽപ്പലതാം ഡോളയൻ. പിന്നെ രണ്ട് കൈകളെ കൊണ്ട് കൽപ്പലത, കൽപ്പവള്ളി, ആ കൽപ്പവള്ളിയെ ഡോളയൻ. എങ്ങനെയുള്ള കൽപ്പവള്ളിയാണ്? രത്നവരിഷിണിയും കൽപ്പലതാം. അപ്പോ രത്നത്തെ വർഷിച്ചു കൊണ്ടിരിക്കുന്നതായ, രത്നങ്ങളെ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്നതായ കൽപ്പവള്ളിയെ രണ്ട് കൈകളെ കൊണ്ട്, ഈ ഡോളയതി എന്നൊക്കെ പറഞ്ഞാല്, ഡോളയൻ എന്ന് പറയുമ്പോ ഇങ്ങനെ ഇളക്കുക എന്നുള്ളൊരർത്ഥമാണ്. ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കുക. ആ ഇളക്കുന്നതിനനുസരിച്ചായിരിക്കാം ഇങ്ങനെ കുലുക്കുക എന്നോ ഇളക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെ ആയിരിക്കാം ഈ രത്നങ്ങൾ ഇങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഇളക്കുന്നതിനനുസരിച്ച് വീഴുന്നതായിരിക്കാം. ഈ ഡോള എന്നൊക്കെ പറഞ്ഞാല് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഊഞ്ഞാല് പോലെയുള്ളതിനൊക്കെ ഡോള എന്നൊക്കെ പറയും. അപ്പൊ അതാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കൽപ്പലത, രത്നത്തെ വർഷിക്കുന്നതായ കൽപ്പലതയോട് കൂടിയ ആളും മറ്റു രണ്ട് കൈകളെ കൊണ്ട് ഇതിനെ ഡോളയൻ ആയിട്ടുള്ള, പിന്നെ അതും വിശേഷണാണ്. കരദ്വയേ ശൃണിപാശോ ബിഭ്രത് പുഷ്കരേ ചഷകം ബിഭ്രത് ദ്വാഭ്യാം ദോർഭ്യാം രത്നവരിഷിണിയും കൽപ്പലതാം ഡോളയൻ. അങ്ങനെയൊക്കെ ആയിട്ടുള്ള
പിന്നെ ബാലനായിട്ടുള്ള പ്രസവിച്ച ഉടനെയുള്ളതായിട്ടുള്ള അതിരക്തം വളരെ ചുവന്നു തുടുത്ത ഗജമുഖനായിട്ടുള്ള 2 കൊമ്പുള്ള രത്നഭൂഷണത്തോടു കൂടിയ പാർവതിയുടെ മടിയില് കിടത്തിയ അതായിട്ടുള്ള ആ ബാലൻ, ആ ബാലഗണപതി എന്നർത്ഥം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ ഗണപതിയെ ധ്യാനിക്കണം, അങ്ങനെയൊക്കെയുള്ള ഗണപതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഗണപതിയുടെ ധ്യാനമായിട്ട് വരുന്നത്. ബാലപ്രസൂതമാത്രോയം അംബികാംഗേ നിവേശിത അതിരക്തോ ഗജമുഖോ ദ്വിരദോ രത്നഭൂഷണ ചഷകം പുഷ്കരേ ബിഭ്രത് ശ്രീനിവാസൗകരദ്വയേ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ഡോളയൻ രത്നവർഷിണീം.